ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡ് അവതരിപ്പിക്കുകയാണ്. വെക്കേഷൻ കാലത്ത് ചെയ്തെടുക്കാനുള്ള ജിയോമെട്രിക്കൽ ആൽബത്തിൽ ഒരു ചിത്രവും കൂടെ വളരെ രസകരമായി എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന ചിത്രമാണ്. വളരെ സാവകാശം, ഓരോ സ്റ്റെപ്പും സാവകാശം പറഞ്ഞുകൊണ്ടാണ്, ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ ലളിതമായി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് രക്ഷിതാക്കളുടെ സഹായവും കൂടെ വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതും A4 പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദു നമ്മൾ കാണുക വീതിയുടെ ഭാഗത്തുനിന്നും 10.5 സെൻറ്റിമീറ്റർ, അതായത് 21 സെൻറ്റിമീറ്റർ ആണ് വീതി. അതിൻ്റെ നേരെ പകുതി 10.5 സെൻറ്റിമീറ്ററിൽ ഇരുവശത്തും ലെഫ്റ്റും റൈറ്റും നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അതിനുശേഷം ആ പോയിൻ്റുകൾ ചേർത്ത് കൊണ്ട് പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട്, നിറം ഉണ്ടാവരുത്, കാരണം ആ ലൈന് നമുക്ക് ആവശ്യമില്ല, പിന്നീട് മായ്ച്ച് പോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ആ ലൈനിൻ്റെ നീളം എത്രയായിരിക്കും? അത് 30 സെൻറ്റിമീറ്ററിൻ്റെ തൊട്ടടുത്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 29.7, 30-ന് ഒരു 3 മില്ലിയുടെ കുറവുണ്ടാകും. അപ്പോൾ എന്തായാലും 15 സെൻറ്റിമീറ്റർ, 30-ൻ്റെ പകുതി 15 സെൻറ്റിമീറ്ററിന് മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, മുമ്പൊക്കെ വീതിയുടെ നേരെ പകുതിയിലായിരുന്നു മിഡ് പോയിൻ്റ്. പക്ഷേ ഈ ചിത്രത്തിന് നമ്മൾ നീളത്തിൻ്റെ നേരെ പകുതി, അതായത് 30-ൻ്റെ നേരെ പകുതി 15 സെൻറ്റിമീറ്ററിലാണ് മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രൊട്രാക്ടർ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ 15 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ആ പോയിൻ്റിലാണ് നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ 180 ഡിഗ്രി എന്നുള്ള പോയിൻ്റ് വന്ന് നിൽക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. പ്രൊട്രാക്ടറിൻ്റെ 180 ഡിഗ്രി പോയിൻ്റിലാണ് ആ മധ്യബിന്ദു. യെസ്. ഇനി അവിടുന്ന് 0 മുതൽ പോയിൻ്റ് ഇട്ട് പോവുകയാണ്. അപ്പോൾ 0, 10, 20, 30, 40, 50, 60 വരെ, ആ ഭാഗത്ത് 60 വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് പ്രൊട്രാക്ടർ തിരിച്ചു വെക്കുകയാണ്, നേരത്തെ വെച്ചതുപോലെ തന്നെ. ഇപ്പോൾ മിഡ് പോയിൻറ്റിൽ, ആ 15 സെൻറ്റിമീറ്റർ പോയിൻറ്റിൽ 0 ഡിഗ്രിയാണ്. ആ ലൈന് കണക്കാക്കി തന്നെയാണ് വെക്കുന്നത്. ഇനി 0 മുതൽ 180 ഡിഗ്രി വരെ ഓരോ 10 ഡിഗ്രിക്കും അടയാളപ്പെടുത്തണം. 0, 10, 20, 30, 40, 50, അങ്ങനെ ആ സെമി സർക്കിൾ പൂർത്തിയാകുമ്പോൾ 180 ഡിഗ്രി വരെ കൃത്യമായിട്ട് പോയിൻ്റ് വന്നിട്ടുണ്ട് ഓരോ 10 ഡിഗ്രിക്കും. അതിൻ്റെ തുടർച്ചയായാണ് നമ്മൾ നേരത്തെ ഇട്ട് 6 പോയിൻ്റ്, 10, 20, 30, 40, 50, 60 വരെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഭാഗം ആയിട്ട് മാറി. ഇപ്പോഴും ആ പ്രൊട്രാക്ടർ വെക്കുന്നത് 0 ഡിഗ്രിയിലാണ് ആ മിഡ് പോയിൻ്റ്. ശ്രദ്ധിക്കുക. അവിടുന്ന് വീണ്ടും 0 അവിടെയുണ്ട്. പിന്നീട് 10, 20, 30, 40, 50, 60 അങ്ങനെ കൊണ്ടുവരികയാണ്. യെസ്. അപ്പോൾ ഇതിങ്ങനെ പോയിൻ്റ് കൊണ്ട് ഒരു എസ് എന്നെഴുതിയ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ 2 അർദ്ധവൃത്തങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 6 പോയിൻറ്റും കൂടുതലുണ്ടാവും. 60 ഡിഗ്രി വരെ നമ്മൾ വരയ്ക്കുന്നുണ്ട്, പോയിൻ്റ് എടുത്തുണ്ട്. യെസ്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 60 ഡിഗ്രി വരെ. 0 അവിടെയുണ്ട്. 10, 20, 30, 40, 50, 60 വരെ. ഓക്കെ. ഇതാണ് നമ്മൾ മറ്റേ വശത്തും ചെയ്തത്. 2 വശത്തും ഇപ്പോൾ ഒരുപോലെയായി പോയിൻ്റുകൾ കൊണ്ട് കറക്റ്റായിട്ട് ഒരു എസ് എന്നെഴുതിയ രൂപത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുക. ഇനി ഇതാ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ കറക്റ്റ് 4 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുകയാണ്. 4 സെൻറ്റിമീറ്റർ റേഡിയസ്.
എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇതാ വലതുവശത്ത് നമ്മൾ അവസാനിപ്പിച്ച 60 ഡിഗ്രിയുടെ പോയിൻറ്റിൽ ശ്രദ്ധിക്കണേ, വലതുവശമാണ് റൈറ്റ് സൈഡിൽ ഒരു പൂർണ്ണവൃത്തം. ഇത് മാത്രമേ നമ്മളെ ചിത്രത്തിൽ ഫുൾ സർക്കിൾ ഉണ്ടാവും. ബാക്കിയൊക്കെ ഹാഫ് സർക്കിളോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഭാഗമോ മാത്രമായിരിക്കും. ഇതാ എവിടെയാണോ തുടങ്ങുന്നത് എവിടെയാണ് അവസാനിക്കുന്നത്. നമ്മൾ പോയിൻ്റ് ഇട്ട ഓരോ 10 ഡിഗ്രിയിലുമാണ് നമ്മളെ കോമ്പസിൻ്റെ മുന വെക്കുന്നത്. ഓരോ 10 ഡിഗ്രി പോയിൻറ്റിലേക്കും നീക്കി മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ ഭാഗമായിട്ട് എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, തൊട്ടടുത്ത് വരച്ച സർക്കിളിൻ്റെ ഭാഗത്തിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ നിർത്തി അവിടെ തുടങ്ങുകയാണ്. എന്നിട്ട് അത് അവസാനിക്കുന്നു അങ്ങനെ തൊട്ട് അടുത്തുള്ള സർക്കിളിന് തൊടുന്ന എവിടെയാണോ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കോമ്പസ് കുത്തുന്നത് എല്ലാം ഓരോ 10 ഡിഗ്രിക്കും നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിലാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഭാഗം വരയ്ക്കുമ്പം നല്ല കൺട്രോൾ വേണം. സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും എവിടെയാണെന്ന് കൃത്യമായ ധാരണ വേണം. അവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോവരുത്. ഞാനിപ്പോൾ ബ്ലാക്ക് CD മാർക്കർ ഇട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം. അതിനുശേഷം CD മാർക്കർ എടുത്ത് വരച്ചാലും മതി. ഒരു പൂർണ്ണവൃത്തം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം അതിനോട് ചേർന്ന് അട്ടി വെച്ചതുപോലെ. മുമ്പൊക്കെ പപ്പടം ഉണക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു പപ്പടവും മുഴുവനായിട്ടുണ്ടാവില്ല, അതിൻ്റെ മേലെ ഇങ്ങനെ അട്ടി വെക്കുന്ന രൂപത്തിൽ കാണാറുണ്ട്. അവിടെ എസിൻ്റെ കർവ് കറക്റ്റായിട്ട് പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള വൃത്തഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ റേഡിയസ് ആയിരുന്നല്ലോ അത്. അപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം. ഞാൻ ഈ രൂപത്തിൽ പേപ്പർ തിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ ഉള്ളിലായി പോവും വൃത്തഭാഗങ്ങൾ. ഇത് ശരിക്ക് ക്യാമറ 90 ഡിഗ്രി കൃത്യമായിട്ട് 90 ഡിഗ്രി മേലെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള പ്രയാസമാണ്. യെസ്. അപ്പോൾ കൃത്യമായി ഓരോ പോയിൻറ്റും നീക്കി വരുമ്പോൾ അതിനാണ് നമ്മൾ ഓരോ 10 ഡിഗ്രിക്ക് ഇട്ട പോയിൻ്റ് കൃത്യം അതേ പോയിൻ്റ് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ കൃത്യമായിട്ട് വളഞ്ഞു വരുന്നത്. അവിടുന്ന് ആ പോയിൻ്റിൽ നിന്ന് തെന്നിപ്പോകരുത്. അപ്പോൾ നല്ല സൂചിമുന പോലെയുള്ള കോമ്പസ് തന്നെയായിരിക്കണം. ചില കുട്ടികളെ കോമ്പസ് അറ്റം തേഞ്ഞതായിരിക്കും. അപ്പോൾ സ്ലിപ്പായി പോകാൻ എളുപ്പമാണ്. കറക്റ്റായിട്ട് നമുക്ക് നല്ല വളരെ ഷാർപ്പായിട്ടുള്ള സൂചിമുന പോലത്തെ കോമ്പസ് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ 60 ഡിഗ്രി വരെ എടുത്ത് താഴോട്ട് കൊണ്ടുപോകാതിരുന്നത്. അത് 70, 80, 90 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗം അവിടെ തട്ടും. അങ്ങനെ തട്ടാതിരിക്കണമെങ്കിൽ അതാണ് നമ്മൾ 60 ഡിഗ്രി വരെ മാത്രം എടുത്തത്. അടുത്ത 70 ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് ആ 2 ഭാഗവും കൂടെ ഒരുമിച്ച് തട്ടിപ്പോവായിരുന്നു.
ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരച്ച് കണ്ട നമ്മളെ വലിയ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വലിയ ഹോൾസ് പോലെ ഉണ്ടാവും. അത് വളച്ച് വെച്ചതുപോലെ തോന്നും. ആ പോയിൻ്റ് പ്രധാനമാണ്. നമ്മൾ ആ ഇട്ട പോയിന്റിൽ മാത്രമേ കോമ്പസ് പിന്നെ കുത്താവൂ. എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന വൃത്തഭാഗത്തിൻ്റെ കേന്ദ്രമാണ് ആ ഓരോ പോയിൻ്റ്. അത് ഓരോ 10 ഡിഗ്രി അകലത്തിലാണ്. അതുകൊണ്ടാണ് കൃത്യമായി നമുക്ക് ആ ഒരു ഇടവേള കാണുന്നത്. അപ്പോൾ സ്പീഡ് കൂട്ടാത്തത് നമ്മൾ ചെറിയ കുട്ടികൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രൂപത്തിൽ അതുപോലെ ഒറ്റയടിക്ക് കറക്കി മേലെ ഞാൻ കോമ്പസിൻ്റെ ശരിക്കുള്ള ഭാഗം പിടിക്കുകയാണെങ്കിൽ പിന്നെ താഴെ എങ്ങനെയാണ് ആ വര വരുന്നതെന്ന് മനസ്സിലാവില്ല. എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോമ്പസിൻ്റെ ഒരു ഭാഗം പിടിക്കുന്നത്. അത് മാത്രമല്ല, ഇതൊന്നും പൂർണ്ണവൃത്തങ്ങളല്ലല്ലോ. വൃത്തത്തിൻ്റെ ഭാഗം മാത്രമായതുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ ചെയ്താലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് സാവകാശം തന്നെ ചെയ്യുക. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നിടയ്ക്ക് നിന്ന് പിന്നെയും മേലോട്ട് ചാടിപ്പോയാൽ ആ ഡിസൈനിൽ അപാകത വരും. യെസ്, ആ സെമി സർക്കിളിൻ്റെ പരിധിയും കൂടെ വിട്ടുകൊണ്ട് നമ്മൾ 60 ഡിഗ്രി വരെ 6 പോയിൻ്റ് വീണ്ടും മറുവശത്തേക്ക് കൊണ്ടുവന്നിരുന്നു. യെസ്, ഒരു വൃത്തഭാഗവും കൂടെ വേണ്ടി വരും. ഒന്നും കൂടെ ഉണ്ടല്ലേ. യെസ്, ഇപ്പോഴാണ് അത് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഭാഗവും ഒരുപോലെ തന്നെയാണ് ഇടവേള വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ ഒരു വൃത്തവും വൃത്തഭാഗങ്ങളും കൊണ്ടാണ് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. യെസ്, ഇത് കളറിംഗ് ആണ്. ഇപ്പോൾ കളർ ചെയ്തെടുത്താൽ ഇതാ 3 തരത്തിലുള്ള കോമ്പിനേഷൻ മാറി മാറി എടുത്തതാണ് ഞാൻ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആ പൂർണ്ണ വൃത്തം അത് പിന്നെ ഒരു ഡാർക്ക് കളർ കൊടുത്തതാണ്. അപ്പോൾ ഇതാ അവിടുന്ന് ഓരോ കളറും മാറി മാറി വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആദ്യം ഞാൻ ചെയ്തത് വയലറ്റാണ്. വയലറ്റ്, പിന്നെ ലൈറ്റ് ബ്ലൂ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അടുത്ത ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അടുത്തത് ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. പിന്നീട് ഈ കോമ്പിനേഷൻ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഒന്ന് രസകരമായി ചെയ്തതാണ്. എങ്ങനെയാണ് ആ കളർ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നത് എന്നുള്ളത് റിവേഴ്സലെടുത്ത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 കളർ കോമ്പിനേഷനാണ്. അതായത് പതിവായിട്ട് നമ്മൾ ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എന്നുള്ള രൂപത്തിൽ ചെയ്യാറുണ്ട്.
അപ്പോൾ അതുകൂടാതെ മറ്റു കോമ്പിനേഷനുകൾ എങ്ങനെയല്ലാന്ന് അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വയലറ്റിന് പകരം ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ അങ്ങനെയും എടുക്കുക. യെസ്. അപ്പോൾ കളർ ചെയ്യുന്നത് ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡോംസിൻ്റെ ഡാർക്ക് സെറ്റാണ്, ബ്രഷ് പെൻ സെറ്റ് ഡാർക്ക് സെറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഞാനിപ്പോൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന കളർ അതാണ്. ഈ ഒരു സെറ്റ് കുട്ടികളുടെത്തും ധാരാളമായിട്ടുണ്ട്. പല ക്യാമ്പിനും പോകുമ്പോൾ അവരെല്ലാം കയ്യിൽ ഇത്തരത്തിലുള്ള ബ്രഷ് പെൻ സെറ്റ് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗകര്യം എന്താ വെച്ചാൽ ഏറ്റവും ഷാർപ്പായി നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. ചെറിയ കളറാണെങ്കിൽ പോലും നന്നായിട്ട് ആ വക്കിലൂടെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ഗ്രാഫ്. ഇനി കളർ കൊടുക്കുന്നത് ആദ്യം വയലറ്റ്, അതിനുശേഷം ലൈറ്റ് ബ്ലൂ, അതിനുശേഷം റോസ്, പിന്നെ ഓറഞ്ച്, അടുത്തത് യെല്ലോ. അപ്പോൾ ഒരു കോമ്പിനേഷൻ വെള്ളയോടുകൂടി ഒരു വെള്ളയും കൂടെ വന്നാൽ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി മറ്റൊരു സെറ്റ് എടുക്കുകയാണ്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അതാണ് അടുത്ത കോമ്പിനേഷൻ. ഒരു വൈറ്റിന് ശേഷം പിന്നെ ബ്ലാക്കാണ്. ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അപ്പോൾ ഈ 3 കോമ്പിനേഷനാണ്. ഇനി ആദ്യത്തെ തന്നെ ആവർത്തിക്കുകയാണ്. വയലറ്റ്, ലൈറ്റ് ബ്ലൂ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അതിനുശേഷം അടുത്ത കോമ്പിനേഷൻ ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. അതിനുശേഷം അടുത്തത് ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ. വൈറ്റിന് ശേഷം വീണ്ടും അടുത്ത കോമ്പിനേഷൻ വയലറ്റ്, ലൈറ്റ് ബ്ലൂ, റോസ്, ഓറഞ്ച്, യെല്ലോ. വൈറ്റിന് ശേഷം വീണ്ടും ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, റോസ്, ഓറഞ്ച്, യെല്ലോ. വൈറ്റിന് ശേഷം വീണ്ടും ബ്ലാക്ക്. യെസ്, ഇതാണ് ഈ കളറിങ്ങിൻ്റെ രീതി. A4 പേപ്പറിൽ മുഴുവനായിട്ടും ഈ ചിത്രം ഉണ്ടാവും. അപ്പോൾ നീളത്തിൻ്റെ ഭാഗത്ത് 2 ഭാഗത്തും ഓരോ സെൻറ്റിമീറ്റർ, ഒരു ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ തികച്ചുണ്ടാവില്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഒരു നല്ല ആൽബം നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാവട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.